തലവര മാറ്റിയ ചുംബനം. കഥ വിവരിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ചെക്കൻ മഹാ തെമ്മാടിയാണ്. അപ്പൻ ജീവിച്ചിരിക്കെ തന്നെ സ്വത്ത് എഴുതി വാങ്ങി അത് വിറ്റ് മുടിച്ചു. മുടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, വേശ്യകൾക്ക് കൊടുത്തും കള്ളു കുടിച്ചും മുടിച്ചു. കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു. അപ്പന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. 4 ആൾ കൂടുന്നിടത്തൊക്കെ പറഞ്ഞു ചിരിക്കാനൊരു കഥ അവശേഷിപ്പിച്ചിട്ട് നാട് വിട്ടു. യഹൂദൻ അറപ്പായ മൃഗത്തിൻ്റെ പരിപാലകനായി. അപ്പന് പുതിയ പേര് കിട്ടി, പന്നി വളർത്തുകാരൻ്റെ അപ്പൻ. വീട്ടുകാർക്കും പേരിൻ്റെ ബാക്കി കിട്ടി. ഒരാൾ വരുത്തുന്ന പേരുദോഷം ആ കുടുംബത്തിലെ ബാക്കി അംഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കണം. ഒരു വീട്ടിൽ ഒരാൾ ലഹരിക്കേസിൽ പെട്ടാൽ, പീഡനക്കേസിൽ ഉൾപ്പെട്ടാൽ, ഒരു പെൺകുട്ടി അന്യമതക്കാരനോടൊപ്പം പോയാൽ വാർത്തയിലെ സത്യം അന്വേഷിക്കാതെ ആദ്യം വാളെടുക്കുന്നത് സ്വന്തം സഭക്കാരായിരിക്കും. കുടുംബത്തെ മൊത്തം ഒറ്റപ്പെടുത്തും. നാട്ടുകാരും വിടില്ല. ഈ അപ്പൻ എന്ത് പിഴച്ചു? ബാക്കി കുടുംബാംഗങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. എല്ലാവരുടെയും കയ്യിൽ കല്ലുണ്ട്, എറിഞ്ഞു തീർക്കണം. അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ക്രിസ്ത്യാനിയെങ്കിലും മാറി ചിന്തിക്കണം. ദുഃഖത്തിനു മേൽ ദുഃഖമുണ്ടാക്കാതെ സഭകളും വിശ്വാസികളും ഇത്തരം പ്രശ്നത്തിലായ കുടുംബങ്ങളെ ചേർത്തു പിടിക്കണം. നാട്ടിലും പള്ളിയിലും വെച്ച് കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കരുത്. ആരുടെയും ചെവി കടിക്കരുത്. മുഖം തിരിക്കരുത്. കുത്തും കോളും വെച്ച് സംസാരിക്കുകയുമരുത്. നമ്മുടെ വീട്ടിലും ഇമാതിരി സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നോർത്തെങ്കിലും കുറച്ച് കരുണ കാട്ടണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒടുവിൽ നാശത്തിൻ്റെ ആൾരൂപമായ ഈ മകൻ ഭിക്ഷക്കാരനേക്കാൾ പരിതാപകരമായ അവസ്ഥയിൽ അപ്പനെ തേടി വരുമ്പോൾ അപ്പനവനോട് എന്ത് വികാരമാണ് തോന്നേണ്ടത്? എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് ഗേറ്റിനപ്പുറം അടിച്ചിറക്കിയാൽ കുറ്റം പറയാനാകുമോ? അതിനപ്പുറം എന്തെങ്കിലും ചെയ്താലും എന്ത് പറയാനാണ്? നമ്മിലൊക്കെയുള്ള പിതൃഭാവത്തോട് ചോദിക്കുക, ഞാനാണെങ്കിൽ എന്തു ചെയ്യും? പക്ഷേ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ഈ അപ്പൻ ഓടിച്ചെന്നവനെ ചുംബിച്ചു. നിസ്സഹായനും അവശനുമായ ഈ മകൻ്റെ പശ്ചാത്താപത്തിനു മുമ്പിൽ അപ്പന് ഒരു വികാരമേയുള്ളൂ, ക്ഷമ. കഥ ഒന്നുകൂടി ആഴത്തിൽ വിശകലനം ചെയ്യാം. മകനെ നേരാംവണ്ണം വളർത്താൻ കഴിയാതെ പോയ അപ്പനെ കുറ്റപ്പെടുത്താം. ബാലൻ നടക്കേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഭക്തർക്ക് പരിഹസിക്കാം. കുഞ്ഞുങ്ങളെ ശരിയായ ശിക്ഷണത്തിൽ വളർത്തണമെന്നതിൽ തർക്കമില്ല. വളർത്തൽ ദൈവകൃപയോടെ ചെയ്യേണ്ട ഒരു നിരന്തര പ്രവർത്തനമാണ്. അല്ലാതെ നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും നൽകൽ മാത്രമല്ല. വളർത്തൽ നന്നായാലും മക്കൾ വഴിതെറ്റാം. ഇസ്രായേൽ ജനത മുഴുവൻ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് പ്രകീർത്തിച്ച ശമൂവേൽ പ്രവാചകൻ്റെ മക്കൾ കൈക്കൂലിക്കാരായില്ലേ? അപ്പനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട. ചില സാഹചര്യങ്ങളിലെങ്കിലും മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥ സഹതാപത്തോടെ വിലയിരുത്താം. വളർത്താൻ മാതാപിതാക്കളെ പരിശീലിപ്പിക്കേണ്ട കാലമാണിത്. മുൻ തലമുറകൾ പരിശീലിക്കപ്പെട്ടിട്ടാണോ മക്കളെ വളർത്തിയത് എന്ന് ചോദിക്കാം. എന്നാൽ മാറിയ കാലത്ത് പരിശീലനം അനിവാര്യമാണെന്ന് തോന്നുന്നു. ഒന്നാമത് ന്യൂക്ലിയർ ഫാമിലിയുടെ ആവിർഭാവം എന്ന പ്രശ്നം തന്നെ. ഒരു വീട്ടിൽ അപ്പൻ, അമ്മ, ഒരു കുട്ടി, ഏറിയാൽ 2 എന്നതാണ് ഇന്നത്തെ സ്ഥിതി. അതായത് വെറും 3 അല്ലെങ്കിൽ 4 പേരുടെ ലോകം. അപ്പനും അമ്മയ്ക്കും തിരക്കാണ്. കമ്പോള സംസ്കാരത്തിൽ ജോലിക്ക് സമയക്ലിപ്തതയില്ല. കൂടുതൽ അധ്വാനിക്കുക, കൂടുതൽ നേടുക എന്ന് കരുതാത്തവർക്ക് പോലും കൂടുതൽ പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്ന മുതലാളിത്വ തന്ത്രത്തിൻ്റെ ഭീഷണിയിൽ തിരക്കില്ലാതെ ജീവിക്കുക പ്രയാസം. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടിയാകുമ്പോൾ അപ്പൻ അപ്പൻ്റെ ലോകത്തും അമ്മ അമ്മയുടെ ലോകത്തും മക്കൾ മറ്റൊരു ലോകത്തുമാകുന്നു. സ്നേഹമോ ഭക്ഷണമോ പങ്കുവെക്കാനോ ഇണങ്ങാനോ പിണങ്ങാനോ അവസരം കിട്ടാതെയും ഇളയവനെ കരുതാനോ മൂത്തവനെ അനുസരിക്കാനോ കഴിയാതെ എൻ്റേത് മാത്രമായ ലോകത്ത് ബാല്യം തളച്ചിടപ്പെടുന്നു. പ്രകൃതിയിലേക്ക് കണ്ണോടിക്കാൻ അവസരമില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും പഠിക്കുന്നില്ല. യാത്ര പൂർണ്ണമായും വാഹനത്തിലായതുകൊണ്ട് സമൂഹത്തിലെ മറ്റ് തുറകളിലുള്ളവരെ കാണുവാനും പഠിക്കുവാനും കഴിയുന്നില്ല. സഭാരാധനയും സുവിശേഷ യോഗങ്ങളും മുതിർന്നവരുടെ നിലവാരത്തിലായതിനാൽ അവിടെയും പഠനത്തിന് അവസരമില്ല. ബാല്യം സ്കൂളുകളിലും തടവറയിലാണ്. സംസാരിക്കുന്നതിലും ചിരിക്കുന്നതിലും അച്ചടക്കം, ഭക്ഷണം പങ്കിടാൻ പാടില്ല തുടങ്ങിയ എന്തെല്ലാം നിബന്ധനകൾ. വ്യക്തിത്വ വികസനം എന്ന പേരിൽ നടക്കുന്ന പരിശീലനങ്ങൾ ജീവിത മൂല്യങ്ങൾക്കല്ല, ജീവിത വിജയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് വീട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയത്തിലെ ഗുരുക്കന്മാരെ ആദ്യം പരിശീലിപ്പിക്കാതെ തരമില്ല. കൂടുതൽ തിരക്കുകളിലേക്ക് കടക്കും മുമ്പേ കൗമാരത്തിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പം കുടുംബം കെട്ടിപ്പടുക്കാൻ പഠിപ്പിക്കണം. ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതും പഠിതാവിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതുമായ ഇൻട്രാക്റ്റീവ് പഠന പദ്ധതി സഭയിലെ മനഃശാസ്ത്ര വിദഗ്ധരും കലാകാരന്മാരും ആത്മീയ ഗുരുക്കന്മാരും ചേർന്ന് തയ്യാറാക്കുന്നത് നന്നായിരിക്കും.
കഥയുടെ വിശകലനത്തിലേക്ക് വരാം. ധൂർത്തനായ പുത്രന് സ്വത്ത് കൊടുക്കുന്നതിന് അപ്പനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും. എന്നാൽ ചോദിച്ച പാടെ ഇന്നാ പിടിച്ചോ എന്ന മട്ടിൽ കൊടുത്തതാകാൻ വഴിയില്ല. നിരന്തര സമ്മർദ്ദം, ഭീഷണി തുടങ്ങിയ എന്തെല്ലാം ഉണ്ടാകും ഈ തീരുമാനത്തിന് പിന്നിൽ? ഈ കാലത്തെ മനുഷ്യർക്ക് വേഗം മനസ്സിലാകും. സ്വത്തിനു വേണ്ടിയുള്ള വഴക്കും ഭീഷണിയും അടിപിടിയും കൊലപാതകവും നിർവികാരതയോടെ കേൾക്കാൻ നാം പഠിച്ചു കഴിഞ്ഞു. മാന്യന്മാരുടെ വീട്ടുകാര്യങ്ങൾ നാട്ടുകാരറിയാൻ കുറച്ച് താമസിക്കുന്നു എന്നേയുള്ളൂ. ജാതിമത സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്വത്ത് തർക്കം എന്ന അർബുദം പടരുന്നുണ്ട്. ഈ കഥയിലെ അപ്പനും നിസ്സഹായാവസ്ഥയിലാകാം സ്വത്ത് നൽകുന്നത്. കൊമ്പൻ മീശയും തലയെക്കെട്ടും ഒക്കെ ഉണ്ടെന്നേയുള്ളൂ. മകന്റെ മുമ്പിൽ മാനം രക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാകാം. ഒരായുസ്സിൽ സമ്പാദിച്ചത് മുഴുവൻ നൊടി നേരത്തിൽ വിറ്റു തുലയ്ക്കുമ്പോൾ ആരും കാണാതെ കരയുന്നുണ്ടാകാം പാവം. ഇനി മകനിലേക്ക് വരാം. അവൻ എല്ലായിടവും വിജയിക്കുകയാണ്. സ്വത്ത് കിട്ടി, വിറ്റു, നല്ല വില കിട്ടി, പട്ടണത്തിലേക്ക്, ആസ്വാദനങ്ങളുടെ ലോകത്തേക്ക് യാത്ര. അവിടെയോ ധാരാളം സ്നേഹിതർ. തിന്നും കുടിച്ചും വീരവാദം മുഴക്കിയും ലഹരിയിൽ മുങ്ങിത്തിമിർക്കുമ്പോൾ താൻ സ്വർഗത്തിലാണെന്ന് അവന് തോന്നിപ്പോയാൽ അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രായമതല്ലേ. രാക്കൂട്ടിന് ലൈംഗികതയുടെ ഭ്രമിപ്പിക്കുന്ന ലോകം കൂടിയായപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടാവും, ഭാഗ്യവാൻ. അപ്പൻ്റെ കൃഷിഭൂമിയിൽ കന്നുകാലിയെപ്പോലെ അവസാനിക്കേണ്ട ജീവിതം രാജാവിനെ പോലെ വാഴുന്നു. അവൻ സ്വയം പ്രശംസിച്ചിട്ടുണ്ടാകാം തൻ്റെ ഇടത്തെ. അപ്പൻ്റെ മുഖത്തു നോക്കി അവകാശം ചോദിച്ചു വാങ്ങിയ തൻ്റെ ഇടത്തെ. പക്ഷേ പണം തീരാൻ അധിക സമയം വേണ്ടി വന്നില്ല. അതോടെ രാപ്പകൽ ചുറ്റും നിന്നവരും അപ്രത്യക്ഷരായി. ഇനി ജോലി പന്നിക്കൂട്ടിൽ, ഭക്ഷണം കമ്മി. ചില സ്വർഗങ്ങൾ നരകത്തിലേക്കുള്ള വഴികളാണ്. ഇപ്പോൾ അവന് തിരിച്ചറിവുണ്ടായി. ചിലർക്ക് അപ്പോഴും തിരിച്ചറിവകലെ. ഇക്കാലത്ത് കടം വാങ്ങിപ്പോലും ജീവിതം ആസ്വദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികളും കുടുംബങ്ങളും ധാരാളം. ഒരു ജീവിതമല്ലേയുള്ളൂ, ആസ്വദിക്കുക. കമ്പോള സംസ്കാരം നമ്മിൽ കുത്തിവെക്കുന്ന മയക്കുമരുന്നിനോളം അപകടകരമായ ജീവിത ദർശനം. വയസ്സാം കാലത്ത് ചെറുപ്പത്തിൽ നേടാൻ കഴിയാത്തതൊക്കെ തേടിപ്പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രചരിച്ച ജീവിത വീക്ഷണമാണ്. പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളില്ലാതിരുന്നതുകൊണ്ട് അത്ര പ്രചാരം കിട്ടിയില്ല എന്ന് മാത്രം. ചിലരുടെയെങ്കിലും യാത്രകൾ ലഹരി, ചൂതാട്ടം, ലൈംഗിക അരാജകത്വം എന്നിവയിലേക്കാണ്. കടക്കെണിയിൽ അകപ്പെടുന്ന പലരും ജീവിതം ആസ്വദിക്കാനിറങ്ങിയവരാണ്. വരവറിയാതെ ആഡംബരത്തിൽ മുങ്ങിയവരാണ്. ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. ആസ്വാദനത്തിന് അതിർവരമ്പുകൾ വേണം. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ പോലും ചിന്തയും പുനർവിചിന്തനവും വേണം. പരസ്യങ്ങളും പ്രലോഭനങ്ങളും ചതിക്കുഴികൾ തീർക്കുന്ന ലോകത്ത് സൂക്ഷ്മതയോടെ നടക്കാൻ പഠിക്കാം. മക്കളെ അങ്ങനെ പഠിപ്പിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സ്നേഹമുള്ള അപ്പൻ എന്തുകൊണ്ടാണ് മകനെ തേടി പോകാത്തത്? അതുകൊണ്ട് കാര്യമില്ല. അതുതന്നെ. ലഹരിയിൽ മുങ്ങിത്താഴുന്നവനെ തേടി അപ്പൻ പോകണോ? വേശ്യമാരോടൊപ്പം രമിക്കുന്നവനെ തേടി അപ്പൻ പോകണോ? കൂട്ടുകാരുമൊത്ത് പഴഞ്ചനായ അപ്പനെ പരിഹസിക്കുന്ന സദസ്സിലേക്ക് അപ്പൻ പോകണോ? വേണ്ട. ആ മനുഷ്യൻ ഇനിയും അപമാനിക്കപ്പെടേണ്ട. പിന്നെ പന്നിക്കൂട്ടിലേക്ക് പൊതിച്ചോറുമായി അപ്പൻ പോയിട്ടും കാര്യമില്ല. പക്ഷേ വഴിയിലേക്ക് കണ്ണും നട്ട് അപ്പൻ ഇരിപ്പുണ്ട്. സ്നേഹമുള്ള അപ്പൻ. അനുതാപത്തോടെ മടങ്ങി വരുന്നവനെ കാത്ത് ക്ഷമയുടെ ചുംബനവുമായി അപ്പൻ പൂമുഖത്ത് തന്നെയുണ്ട്. അപ്പനും ഒരു സംഭവം തന്നെയാണ്. ഈ ചുംബനം അവൻ്റെ തലവര മാറ്റി. അർഹതയില്ലാത്തതൊക്കെ അവനിലേക്ക് പകരപ്പെട്ട ചുംബനം. വിരലിൽ പൊന്മോതിരം, കാലിൽ ചെരുപ്പ്, ഉടലിൽ മനോഹര വസ്ത്രം, ഭക്ഷണശാലയിൽ പടരുന്ന സുഗന്ധം, വീട്ടിൽ ആനന്ദ നൃത്തം. അപ്പൻ്റെ വീട്ടിലും ആനന്ദമുണ്ട്. പക്ഷേ അറിയാതെ പോയി. അതാണ് സത്യം. ഒരു നിമിഷത്തെ വീണ്ടുവിചാരം, ഒരു നിമിഷത്തെ സുബോധം അവനെ വീട്ടിലെത്തിച്ചു. എന്താണ് ആ വീണ്ടുവിചാരം? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നമ്മുടെ ഭാഗത്തെ തെറ്റ് കണ്ടെത്തുന്നതാണ് സുബോധം. സുബോധം വന്നാൽ പശ്ചാത്താപമുണ്ടാകും. പശ്ചാത്താപമുണ്ടായാൽ അപ്പൻ്റെ വീട്ടിലെത്താം. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കൂടി പറയാം. എനിക്കറിയാവുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത പതനത്തിലാണ്. പക്ഷേ അവൻ കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ മാതാപിതാക്കളെയാണ്. അവരുടെ ശരിയില്ലായ്മയാണ് പിതൃസ്വത്ത് തനിക്ക് പൂർണ്ണ അവകാശത്തോടെ തരാത്തതാണ് പ്രശ്നമെന്നാണ് അവൻ്റെ പക്ഷം. അത് കിട്ടിയാൽ ലോകം മുഴുവൻ പിടിച്ചടക്കുമെന്നാണ് ഭാവം. പക്ഷേ അതുകൂടി കിട്ടിയാൽ അവൻ്റെ പതനം പൂർത്തിയാകും എന്നതാണ് സത്യം. ഇവനെ പല കോഴ്സുകൾ പഠിപ്പിക്കാൻ വിട്ടതാണ്, ഒന്നും പൂർത്തിയാക്കിയില്ല. ഗൾഫിൽ ഭേദപ്പെട്ട് ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെടുത്തി. വീട്ടുകാരറിയാതെ കല്യാണം, ജോലി ചെയ്ത കാലത്തെ പണം മുഴുവൻ ദൂർത്തടിച്ചു. സുഹൃത്തുക്കളുമൊത്ത് സ്ഥിര മദ്യപാനം. ഇതൊന്നും തനിക്ക് പറ്റിയ തെറ്റാണെന്ന് അവന് തോന്നുന്നില്ല. പിന്നെങ്ങനെ മടങ്ങിവരവ് സാധ്യമാകും? മടങ്ങിവരവ് ശ്രമകരമാണ്, പക്ഷേ അസാധ്യമല്ല.
മടങ്ങിവരവിൻ്റെ കാലവും പ്രധാനമാണ്. കൂടുതൽ ആഴത്തിലേക്ക് താഴും മുമ്പേ ഒരു നിലവിളി ഉയരട്ടെ. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അപ്പൻ്റെ ചുംബനം തലവര മാറ്റുന്ന ചുംബനമാണ്. ഈ സാധ്യത മുൻനിർത്തിയാണ് 2-ാം സങ്കീർത്തനത്തിൽ പുത്രനെ ചുംബിക്ക എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. സ്നേഹിക്കാനും ക്ഷമിക്കാനും ജീവിതം കൊണ്ട് പഠിപ്പിച്ച ദൈവപുത്രനെ ചുംബിക്കാൻ തയ്യാറാകുക. ദൈവത്തിലേക്കും മനുഷ്യനിലേക്കും മടങ്ങി വരാവുന്ന കാലത്ത് മടങ്ങി വരണം. മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, ജീവിത പങ്കാളിയിലേക്കൊക്കെ മടക്കം സാധ്യമാണ്. കാലം ആരെയും കാത്തു നിൽക്കാറില്ല. നാളത്തേക്ക് മാറ്റിവെക്കണ്ട. നാളത്തെ ദിവസം നമുക്കുള്ളതാണോ? ആർക്കറിയാം. റോബി ജോൺസൺ രചിച്ച ചുംബനം ഒരു അടയാളം എന്ന പുസ്തകത്തിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജീസസ് ശ്രവിച്ച ഏവർക്കും നന്ദി.